ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് ഡേറ്റ് ഡിസംബർ 18, സമയം ഏകദേശം 12 മണിയായിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ ഒരു ബീറിഷ് മാർക്കറ്റാണ്. ബാങ്ക് നിഫ്റ്റി ആയാലും ഇന്ന് കണ്ടിന്യൂസ്ലി കഴിഞ്ഞ ദിവസം നെഗറ്റീവ് ബീറിഷ് മാർക്കറ്റ് ആയിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന രീതിയിലാണ് മാർക്കറ്റ് സ്ട്രക്ചർ ഇപ്പം ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. മോർണിംഗിൽ ഞാനൊരു ട്രേഡ് എടുത്തിരുന്നു ആൻഡ് നിയർലി ഒരു സെൻസെക്സിലാണ് എടുത്തിരുന്നത്. ഒരു 160 പോയിന്റ് ആക്ച്വലി ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ ഒരു ട്രേഡ് എടുത്തിരുന്നത്. ബട്ട് ഒരു ക്വിക്ക് മൂവ്മെന്റ് ആയിരുന്നു. സോ വീഡിയോ എടുക്കാൻ വേണ്ടി റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പോകുകയാണെങ്കിൽ മേ ബി ഒരു ട്രേഡ് മിസ് ചെയ്തിരുന്നേനെ. ബട്ട് റെക്കോർഡ് ചെയ്തിരുന്നെങ്കിലും അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. സോ ഇനി ഞാൻ ഒരു ട്രേഡ് കൂടി എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുവാണ്. ഓക്കെ, സെൻസെക്സിൽ ആൻഡ് മാർക്കറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്കറ്റ് പാറ്റേൺ ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ മാർക്കറ്റിന്റെ മൂവ്മെന്റ് നോക്കുകയാണെങ്കിൽ ഇതാണ് മാർക്കറ്റിന്റെ സ്ട്രക്ചർ. ഞാനിവിടെ 3 മിനിറ്റ് ടൈം ഫ്രെയിമാണ് എടുത്തിരിക്കുന്നത്. സോ മാർക്കറ്റ് എപ്പോഴൊക്കെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ വീണ്ടും ലോവർ ലോ ക്രിയേഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. മാർക്കറ്റ് നോക്കുവാണെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ ഇവിടെ സ്റ്റക്ക് ചെയ്ത് നിൽക്കുകയാണ്, റൈറ്റ്, ഈ ഒരു പോയിന്റ്. ആൻഡ് ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നിഫ്റ്റി ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്ന ലൊക്കേഷൻ നോക്കുവാണെങ്കിൽ ഈ ഒരു ലെവലിലാണ്. കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ഫ്രൈഡേയിൽ ഉണ്ടായ ഒരു ക്രിയേറ്റ് ചെയ്ത ഒരു ഡിമാൻഡ് സോണിലാണ് ഇപ്പോൾ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൽ നിന്ന് കുറച്ച് റിസ്ക്കിയാണ് ട്രേഡ് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബട്ട് സ്റ്റിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് മാർക്കറ്റ് ഈ ഒരു ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതാണ്. സോ അതിനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനൊരു ഹയർ ടൈം ഫ്രെയിമിലോട്ട് പോകുകയാണ്. ഞാനൊരു 1 ഡേ ടൈം ഫ്രെയിം എടുത്തിട്ടുണ്ട്, റൈറ്റ്. സോ 1 ഡേ ടൈം ഫ്രെയിം എടുത്ത സമയത്ത് ഞാൻ കഴിഞ്ഞ ഒരു നിഫ്റ്റിയുടെ ഓൾ ടൈം ഹൈയിൽ നിന്ന് നമ്മൾ ഒരു കറക്ഷൻ ഏകദേശം ഒരു 11% കറക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് മാർക്കറ്റ് എക്സാക്ട് ഒരു പുൾ ബാക്ക് എടുത്തു, പിന്നെ ഒരു ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തു. ദെൻ ഈ ഒരു രീതിയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ ഉണ്ട് ബീറിഷ് മാർക്കറ്റിലെ സാധ്യതകളാണ് നമുക്ക് മുമ്പിലുള്ളത് എന്നുള്ളത്. പിന്നീട് ഞാൻ ഒരു സ്മോൾ ടൈം ഫ്രെയിമിലോട്ട് വരുവാണെങ്കിൽ 15 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമിലോട്ട് വരുവാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലൊക്കേഷനിൽ നിന്നാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈങ് നടന്നിട്ടുള്ളത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് അപ്സൈഡിലോട്ട് പോയി, ബട്ട് അതൊരു കണ്ടിന്യൂഷൻ ചെയ്യുന്നതിന് പകരം മാർക്കറ്റ് നെക്സ്റ്റ് 3 ഡേയ്സിൽ തന്നെ അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് തന്നെ മാർക്കറ്റ് താഴോട്ട് വന്നു. ഇവിടെ നിന്നാണ് ഒരു ബൈങ് നടന്നിരിക്കുന്നത്. ആ ഒരു ലെവലിലോട്ട് മാർക്കറ്റ് വന്നിട്ടുണ്ട്. സോ മേ ബി ഈ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് ഒരു ട്രാപ്പ് ആവാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അതിൻ്റെ കൂടാതെ ഈ ഒരു ലെവലിൻ്റെ താഴെ ഒരുപാട് സ്റ്റോപ്പ് ലോസസ് ഉണ്ടാവും. ഈ ഒരു ബൈങ് എൻട്രി എടുത്തിരിക്കുന്ന ആൾക്കാരുടെ ഒരുപാട് സ്റ്റോപ്പ് ലോസസ് ഉണ്ടാവും. അപ്പോൾ മാർക്കറ്റിൻ്റെ ഈ ഒരു കറന്റ് മൂവ്മെന്റ് നോക്കുകയാണെങ്കിൽ ഓക്കെ, ഈ ഒരു അപ്സൈഡ് മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ക്വിക്ക് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു. ബട്ട് തിരിച്ച് താഴോട്ട് വന്നത് വളരെ സ്റ്റഡി ആയിട്ട് വളരെ സ്ലോ ആയിട്ട് ഒരു ലോവർ ലോ ഫോർമേഷൻ എടുത്തിട്ടാണ് മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഓക്കെ, ജസ്റ്റ് ഒരു പ്രോബബിലിറ്റി. അപ്പോൾ ആ ഒരു ബേസിൽ ഞാൻ ഇപ്പോൾ ഒരു ട്രേഡ് എടുക്കുവാണ്. ഓക്കെ, സോ മാർക്കറ്റിൽ ഞാൻ ഈ ഒരു ലോ പോയിന്റ് ലോ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല. അതിന് മുൻപ് തന്നെ ഒരു ട്രേഡ് എടുക്കാനുള്ള പ്ലാനാണ്. അപ്പം എന്തുകൊണ്ട് കൺഫർമേഷൻ എടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ ഒരു കൺവിക്ഷൻ്റെ പുറത്താണ് ഈ ഒരു ട്രേഡ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, അപ്പം എന്തായാലും ഞാൻ എടുക്കുന്നത് സെൻസെക്സിലാണ്. അപ്പോൾ സെൻസെക്സിൻ്റെ ചാർട്ട് നോക്കുവാണെങ്കിൽ ഏകദേശം സിമിലർ ചാർട്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുന്ന് എൻ്റെ ഒരു ട്രേഡ് ഇവിടെ എടുക്കാൻ വേണ്ടി നോക്കുവാണ്. ഓക്കെ, സോ സെയിം ക്വാണ്ടിറ്റി ഞാനിവിടെ 100 ക്വാണ്ടിറ്റി ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ജസ്റ്റ് ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് എന്ന രീതിയിൽ. ഓക്കെ, സോ ഞാൻ അധികം വെയിറ്റ് ചെയ്യുന്നില്ല. കൺഫർമേഷൻ ഞാൻ എൻ്റെ ഓർഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ എൻ്റെ ട്രേഡ് ഇവിടെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഓക്കെ, 100 ക്വാണ്ടിറ്റി. ഇനി സ്റ്റോപ്പ് ലോസ് മീൻസ് നമുക്ക് ഇപ്പോൾ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ ലോവർ ലോ ഫോർമേഷൻ ആണ് വരുന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടെ നിഫ്റ്റിയുടെ ചാർട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഈവൻ ഞാൻ സെൻസിറ്റിവിറ്റി ചാർട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ലോവർ ലോ ക്രിയേഷൻ ആണ് വന്നുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റിൽ. സോ ഈ ഒരു ഹൈൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് പോയി ഇവിടെ സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ ദറ്റ് മീൻസ് എൻ്റെ ട്രേഡ് അല്ലെങ്കിൽ എൻ്റെ അനാലിസിസ് അവിടെ റോങ് ആണ്, റൈറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിലോട്ട് വരുന്ന സമയത്ത് ഞാൻ എൻ്റെ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യും. മേ ബി ഒരു 80 to 100 പോയിന്റ്സ് മേ ബി സ്റ്റോപ്പ് ലോസസ്. ഓക്കെ, സോ അത് ഞാൻ ഓക്കെയാണ്, അക്സെപ്റ്റ് ചെയ്യാം. ആൻഡ് ടാർഗറ്റിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്യുവാണെങ്കിൽ എസ്പെഷ്യലി ആ ഒരു പോയിന്റ് ഈ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്യുവാണെങ്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള അപ്പ് ഡൗൺ സൈഡ് മൂവ്മെൻറ്റിൻ്റെ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് റണ്ണിങ്ങിലാണ്. അപ്പോൾ മോർണിംഗിലെ ട്രേഡ് ഓൾമോസ്റ്റ് ഒരു 116,000 സംതിങ് പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ട്രേഡ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു ചെറിയൊരു എഡ്യൂക്കേഷണൽ പാർട്ട് എന്ന രീതിയിൽ ഞാൻ ജസ്റ്റ് ഈ ഒരു വോളിയം പ്രൊഫൈലിനെ പറ്റി ചെറിയൊരു കാര്യം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും VP/MT, റൈറ്റ്. സോ ഞാൻ ഒരു ഇൻഡിക്കേറ്റർ ഡെവലപ്പ് ചെയ്താണ്. നോർമലി ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഈ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് ട്രേഡിംഗ് വ്യൂവിൽ, ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് കഴിഞ്ഞ ദിവസത്തെയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ കഴിഞ്ഞ ദിവസം എവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, കഴിഞ്ഞ ദിവസത്തെ നിഫ്റ്റിയുടെ ചാർട്ട് ഓപ്പൺ ചെയ്ത, അതായത് ഓപ്പണിംഗിൽ എവിടെയാണ് ഓപ്പൺ ചെയ്തത്, 9:15 ക്ലോസ് ചെയ്തത് ഏകദേശം 3:27. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ നിഫ്റ്റിയുടെ വാല്യൂ ഏരിയ എന്ന് പറയുന്നത്, അതായത് വോളിയം പ്രൊഫൈൽ വാല്യൂ ഏരിയ. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ വോളിയം നടന്നിരിക്കുന്ന ഏരിയ, വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നമ്പർ ഓഫ് ട്രാൻസാക്ഷനെയാണ് നമ്മൾ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിലാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ വോളിയം നടന്നിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് ആ ഒരു ലെവലിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പൊസിഷൻ എടുത്തിട്ടുണ്ടാകുന്നത്. അപ്പോൾ അത് നെക്സ്റ്റ് ഡേയിൽ ആ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസത്തെ വോളിയം ഏരിയ, അതായത് വാല്യൂ ഏരിയ എന്ന് പറഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലെവലാണ്. അത് എപ്പോഴും ഒരു റെസിസ്റ്റൻസ് ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ അവിടെ നിന്നുണ്ടാകുന്ന ഒരു സൈക്കോളജിക്ക് റീഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇവിടെ ഈ ഒരു ഇൻഡിക്കേറ്ററിൽ നിങ്ങൾക്ക് ഇവിടെ വളരെ ഈസി ആയിട്ട് തന്നെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. റൈറ്റ്, ഈ ഒരു ബ്ലൂ കളറിൽ കാണുന്നതാണ് വോളിയം ഏരിയ, വാല്യൂ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ എക്സാക്ട് ആ ഒരു ഏരിയയിൽ നിന്നാണ് റിവേഴ്സ് വന്നിരിക്കുന്നത്. ദെൻ അഗെയിൻ ഇവിടുന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് റെസിസ്റ്റൻസ് എടുത്ത് വീണ്ടും താഴോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി എക്സാക്ട്ലി
ബാങ്ക് നിഫ്റ്റി എക്സാക്ട്ലി വാല്യൂ ഏരിയ റൈറ്റ്, വാല്യൂ ഏരിയൻ്റെ ആ ഒരു പോയിന്റിൽ തന്നെയാണ് ഇന്ന് മാർക്കറ്റിൽ ആ ഒരു സെല്ലിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഇവിടെ ചാർട്ടിൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ ട്രേഡിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്, വളരെ ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, സോ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഓൾറെഡി ടെലഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. റൈറ്റ്, അപ്പം ഇത് ഞാൻ വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ലോജിക്കും കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓൾറെഡി ഒരു 3 വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഈ ഒരു വോളിയം പ്രൊഫൈലിനെ പറ്റിയിട്ട്. അതായത് നിങ്ങൾക്ക് യൂട്യൂബ് സെർച്ച് ചെയ്യുവാണെങ്കിൽ എൻ്റെ ചാനൽ തന്നെ അവൈലബിൾ ആണ്, എന്താണ് വോളിയം പ്രൊഫൈൽ ആൻഡ് എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഒരു അപ്സൈഡ് ബ്രേക്ക് മൂവ്മെൻറ്റ് നടത്തി തന്നെ അഗെയിൻ ആ ഒരു പോയിന്റിൽ തന്നെയാണ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിയർലി ഒരു ചെറിയൊരു പ്രോഫിറ്റ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹൈൻ്റെ മുകളിലോട്ട് വരുന്ന സമയത്താണ്. ആൻഡ് ടാർഗറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കാം. ഓക്കെ, ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു ട്രേഡ് ഇവിടെ റണ്ണിങ്ങിലാണ്. ലോസ് ആണെങ്കിലും പ്രോഫിറ്റിലാണെങ്കിലും ഞാൻ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാം. ഓക്കെ, സോ ഓക്കെ ഗൈസ്, അപ്പോൾ ആ ഒരു ട്രേഡ് എടുത്തിട്ട് ഏകദേശം കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. മാർക്കറ്റ് നോക്കുവാണെങ്കിൽ സെൻസെക്സ് സ്പോട്ട് ചാർട്ട് നോക്കുവാണെങ്കിൽ നിയർലി ഡേ ലോ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഒരു ഡൗൺ സൈഡ് ഫാളിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുവാണ്. ആൻഡ് പ്രീമിയം നോക്കുകയാണെങ്കിൽ ചെറിയൊരു മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്, അത്യാവശ്യം പ്രോഫിറ്റ് റണ്ണിങ്ങിലാണ്. നെക്സ്റ്റ് ഒരു ബ്രേക്ക് ഡൗൺ സാധ്യതകൾ കാണുന്നുണ്ട്. സോ ജസ്റ്റ് വെയിറ്റിംഗ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുൻപ് ആ ഒരു നിഫ്റ്റിയുടെ ചാർട്ടിൽ നമ്മൾ ആ ഒരു ഡിസംബർ 13 ആ ഒരു ലോ സിംഗിൾ ലോ നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ താഴോട്ട് വരുന്ന സമയത്ത് വലിയൊരു മൂവ്മെൻ്റ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇമ്മീഡിയറ്റ്ലി ഒരിക്കലും പ്രോഫിറ്റ് ബുക്ക് ചെയ്യില്ല. കാരണം ലൈക്ക് ആ ഒരു സാധ്യത നമ്മൾ മുൻപിലുണ്ട്, കാരണം ഒരു ഹൈ പ്രോബിലിറ്റിയാണ് വലിയൊരു ഫാളിനുള്ളത്. ഓക്കെ, അപ്പം ബ്രേക്ക് ഡൗൺ നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത്. ദെൻ ബ്രേക്ക് ഡൗൺ സസ്റ്റെയിൻ ചെയ്യുന്നത് നോക്കട്ടെ. സോ നല്ലൊരു മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. സോ ബ്രേക്ക് ഡൗൺ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ കുറച്ച് നേരം ഹോൾഡ് ചെയ്തിരിക്കാം. ചിലപ്പോൾ ഒരു ഫാസ്റ്റ് ബ്രേക്ക് ഡൗൺ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അല്ലെ, മാർക്കറ്റാണ്, എന്ത് വേണമെങ്കിലും സംഭവിക്കാം, നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം. സോ അഗെയിൻ നല്ലൊരു മൂവ്മെൻറ്റ്. ഓക്കെ, ആ ഒരു ഫാസ്റ്റ് ബ്രേക്ക് ഡൗൺ വരുമോ നോക്കാം. അല്ലെങ്കിൽ ഞാൻ കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് നിൽക്കാനുള്ള പ്ലാൻ തന്നെയാണ്. റൈറ്റ്, നിഫ്റ്റി നോക്കുവാണെങ്കിൽ സെൻസെക്സ് നോക്കുവാണെങ്കിൽ നല്ലൊരു ഡൗൺ സൈഡ് മൂവ്, അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റിൽ തന്നെയാണുള്ളത്. വെയിറ്റ് ചെയ്യും. ഓക്കെ, ഓക്കെ, സോ ആ ഒരു നിഫ്റ്റിയുടെ ആ ഒരു ലെവൽ കൂടി ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. സോ എന്താണ് നെക്സ്റ്റ് പ്ലാൻ? ആ ഒരു ബ്രേക്ക് ഡൗൺ സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ സീരിയസ്ലി നല്ല രീതിയിൽ ഞാൻ മാർക്കറ്റ് ഇന്ന് ഈവനിങ് വരെ ഹോൾഡ് ചെയ്ത് നിൽക്കാനുള്ള ഒരു കോൺഫിഡൻറ്റ് എനിക്കുണ്ട്. ബട്ട് അത് സസ്റ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഫാസ്റ്റ് ബ്രേക്ക് ഡൗൺ വരാൻ അതുപോലെ തിരിച്ച് നിഫ്റ്റി മുകളിലോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും ഈ ഒരു ട്രേഡ് ഒന്ന് ഹോൾഡ് ചെയ്യുകയാണ്. സോ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ ഗൈസ്, അപ്പം മാർക്കറ്റ് ഒരു ബ്രേക്ക് ഡൗൺ നടത്തി, ബട്ട് തിരിച്ച് ആ ഒരു ലെവലിന് മുകളിലോട്ട് തിരിച്ച് വന്നതായിട്ട് കാണാം നിഫ്റ്റി. സോ ഞാൻ മാക്സിമം ഒന്ന് ഹോൾഡ് ചെയ്തു, ബട്ട് ആ ഒരു ബ്രേക്ക് ഡൗൺ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, തിരിച്ച് മുകളിലോട്ട് തന്നെ നിഫ്റ്റി വന്നിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് മുകളിലോട്ട് കയറാനുള്ള സാധ്യതകളുണ്ട്. ആൻഡ് പ്രീമിയം നോക്കുകയാണെങ്കിലും സ്റ്റിൽ ഒരു അത്യാവശ്യം ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, പിന്നീട് ചെറിയൊരു പുൾ ബാക്കാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഫോർ മീ പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല ഒരു ബ്രേക്ക് ഡൗൺ സസ്റ്റെയിൻ ചെയ്യുമോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എക്സിറ്റ് പ്ലാൻ തയ്യാറാക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. റൈറ്റ്, കാരണം മൂവ്മെൻറ്റ് ആ ഒരു എന്താണ് ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. നോർമലി ഒരു ബ്രേക്ക് ഡൗൺ സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ വീണ്ടും ഫർദർ ഡൗൺ സൈഡ് കണ്ടിന്യൂസ്ലി പോയി തന്നെ. സോ എനിക്ക് തോന്നുന്നു ഇവിടെ ബയേഴ്സ് സ്ട്രോങ് ആണെന്ന് തന്നെ വിചാരിക്കുന്നു. ഒരു ഈസി ആയിട്ടുള്ളൊരു മാർക്കറ്റല്ല അല്ലേ. അപ്പോൾ ഞാൻ മാക്സിമം ഒന്ന് ഹോൾഡ് ചെയ്തു. ദെൻ നിയർലി അത്യാവശ്യം ഒരു 200 പോയിൻ്റ് അടുത്തേക്ക് പ്രോഫിറ്റ് വന്നതാണ്. ആൻഡ് തിരിച്ച് നോക്കുകയാണെങ്കിൽ തിരിച്ച് മുകളിലോട്ട് വരുന്നുണ്ട്. സോ ഞാൻ എൻ്റെ എക്സിറ്റ് പ്ലാൻ നോക്കുകയാണ്. അധികം നേരം ഇനി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നില്ല. കാരണം നമ്മൾ ഓക്കെ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളൊരു ഗ്രീഡ് എന്നുള്ള ഫാക്ടർ കൂടി ഉണ്ട് അല്ലേ. നമുക്ക് മാർക്കറ്റ് എന്താണ് കാണുന്നത് അതാണ് നമ്മൾ ചെയ്യേണ്ടതുള്ളത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ രണ്ട് ട്രേഡിലും പ്രോഫിറ്റാണ്. ഫസ്റ്റ് ട്രേഡ് ഞാൻ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു, അത് പിന്നെ റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ എനിവേ അപ്പം ഇനി വേറെ ട്രേഡില്ല. ആൻഡ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ തിരിച്ച് കയറിയിട്ടുണ്ട്. സോ ആ ഒരു റീസൺ കൊണ്ട് ഞാൻ എക്സിറ്റ് ചെയ്തത്. അപ്പം അവർക്ക് ഒരുപാട് ഗ്രീഡ് ആവാൻ നിൽക്കുന്നില്ല. ആൻഡ് ഓൾസോ മാർക്കറ്റിലും അങ്ങനെ ഒരു സ്ട്രക്ചർ കാണുന്നില്ല. ഓക്കെ, ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. സോ ബൈ ബൈ.